ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നീ പ്രദാനം നൽകണേ റഹ്മാനെ. വിശാലമായി സംസാരിക്കുകയല്ല, ഇന്നത്തെ ഖുതുബയിലൂടെ നമ്മോട് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ്. നബി തങ്ങളെ പുകഴ്ത്തി പറയുക, നബി തങ്ങളെ പുകഴ്ത്തി പാടുക എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഇന്ന് റബീഉൽ അവ്വൽ 1 ലോകത്തിന്റെ ഒരുപാട് ഭാഗങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസ്മരിക്കുകയും നബി തങ്ങൾ പ്രബോധനം ചെയ്ത വിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങൾ മറ്റുള്ള ആളുകൾ ദർശിക്കുന്നതിനും അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിക്കൊണ്ട് ഘോഷയാത്രകളായും അല്ലാതെയും നബി തങ്ങളെ പാടിയും പറഞ്ഞുമൊക്കെ കുട്ടികളുടെ മനസ്സിലും നബിതങ്ങളെ കുറിച്ചുള്ള ഒരു നല്ല ബോധം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരവസരമായി ഈ റബീഉൽ അവ്വലിനെ ഉപയോഗപ്പെടുത്താറുണ്ട്. നമ്മൾ ഈ കാണിക്കുന്ന ഈ രീതിയിലല്ല എങ്കിലും മറ്റു പല രീതിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ നബിതങ്ങളെ പുകഴ്ത്തി പറയുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാം. വിശുദ്ധ ഖുർആനിലുണ്ട്, ഹദീസിന്റെ വചനങ്ങളിലൂടെയുണ്ട്. ഇതിനൊക്കെ ഒരുപാട് കാരണങ്ങളും അതാത് കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു. ആ കാരണങ്ങളെല്ലാം ഒത്തിണങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയ നമ്മൾ എടുത്താൽ എക്സ് മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്ന ഇസ്ലാം വിമർശകരെ അല്ല, ഇസ്ലാമിനെ അവഹേളിക്കുന്നവർ എന്നാണ് നമ്മൾ പറയേണ്ടത്. ഏതൊരു വിമർശകരായ ആളുകളെയും നമുക്ക് സ്വാഗതം ചെയ്യാം. കാരണം വിശുദ്ധ ഇസ്ലാമിന്റെ ഏത് പോയിന്റിൽ വെച്ച് ഏതൊരു കാര്യത്തെ ആര് വിമർശിച്ചാലും ആര് സംശയാസ്പദമായി പറഞ്ഞാലും അതിനൊക്കെ യുക്തിപരമായ രീതിയിൽ തന്നെ അൽഹംദുലില്ലാഹ് നമുക്ക് മറുപടി പറയാൻ കഴിയും. അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഒരു പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് പറയുന്നവര് വിമർശിക്കുന്നതിനേക്കാൾ ഇസ്ലാമിനെ നിന്ദിക്കുക, അവഹേളിക്കുക എന്ന പോയിന്റിലേക്കാണ് സാധാരണ പോവാറ്. മുസ്ലിം നാമമുള്ള ചില ആളുകളൊക്കെ അവരുടെ യൂട്യൂബ് പേജിലൂടെ, ഫേസ്ബുക്ക് പേജിലൂടെയൊക്കെ നബിതങ്ങളെയും ഇസ്ലാമിന്റെ ആശയങ്ങളെയും വളരെ നിന്ദ്യമായി, ഇനി അപ്പുറത്തേക്ക് അതിന്റെ അപ്പുറത്തേക്ക് ഒരു വ്യക്തിയെയോ ഒരു പ്രസ്ഥാനത്തെയോ ഒന്നും നിന്ദിക്കാൻ വാക്കുകൾ ഉണ്ടാവില്ല. ആ രീതിയിൽ വിശുദ്ധ ഇസ്ലാമിനെ നിന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതേ രൂപത്തിലല്ലെങ്കിലും പഴയ കാലങ്ങളിൽ ഇതിന് ഒട്ടും കുറവ് വന്നിരുന്നില്ല. പാട്ടുകളിലൂടെ, എഴുത്തുകളിലൂടെ, പ്രസംഗങ്ങളിലൂടെയൊക്കെ നബി തങ്ങളെ അവഹേളിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇസ്ലാമിന്റെ ആദ്യകാലത്തും പിന്നീടൊക്കെ. അങ്ങനെ വരുമ്പോൾ ഏതൊരു മാധ്യമത്തിലൂടെയാണോ അവർ ഇസ്ലാമിനെ അവഹേളിക്കുന്നത് എങ്കിൽ ആ രീതിയിൽ തന്നെ അവരോട് പ്രതിരോധിക്കാനും നബി തങ്ങളെ പുകഴ്ത്തി പറയാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അവിടുത്തെ സ്വഹാബികൾക്ക് അനുവാദം കൊടുത്തിരുന്നു എന്ന് കാണാം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ. വിശുദ്ധ ഖുർആൻ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോഴും ഇത് നമുക്ക് കാണാം. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റകല്ലദീ അൻഖള ലഹ്റക വറഫഅനാ ലക ദിക്റക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത അനുഗ്രഹങ്ങൾ എങ്ങനെ എണ്ണി പറഞ്ഞ് അല്ലാഹു തആല പറയാണ്, നബിയെ വറഫഅനാ ലക ദിക്റക, അങ്ങയെ സ്മരിക്കലിനെ നാം ഉയർത്തിയിരിക്കുന്നു നബിയെ. ഇത് ലോകത്തുള്ള വേറെ ആളുകൾക്ക് ഇല്ലാത്ത അങ്ങേയറ്റത്തെ ഒരു മഹത്വമാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയാത്ത ഒരു മുസ്ലിം ഇല്ലെന്നാണ്. നമ്മളിപ്പോ നേരം എടുത്തിട്ട് എത്ര പ്രാവശ്യം നബി തങ്ങളെ പറഞ്ഞു, നിസ്കാരത്തിലൂടെ, സ്വലാത്തിലൂടെ എത്ര നമ്മൾ കേട്ടു. ലോകത്തിന്റെ നാനാഭാഗത്ത് നബിയെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആന്റെ പ്രയോഗം നമ്മൾ നോക്കണം. വറഫഅനാ ലക ദിക്റക, വറഫഅനാ നമ്മൾ ഉയർത്തിയിരിക്കുന്നു. വറഫഅനാ അല്ലാഹു പറയാണ്, നബിയെ നാം ഉയർത്തിയിരിക്കുന്നു. വറഫഅനാ ലക ദിക്റക, അങ്ങയെ പറയലിനെ, അങ്ങയെ സ്മരിക്കലിനെ, അങ്ങയെ ഓർക്കലിനെ, അങ്ങയെ ഓർക്കുന്ന ഓരോ കാര്യവും അത് ഓരോ കാലഘട്ടത്തിലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും.
ഇന്നലെ രാത്രി നബിദിനാണ്, വെറുതെ യൂട്യൂബ് ഒന്നിങ്ങനെ തുറന്ന് നബിദിനവുമായി ബന്ധപ്പെട്ടൊന്ന് അടിച്ചു കൊടുത്തപ്പോ നമ്മുടെയൊക്കെ മനസ്സിനിങ്ങനെ കുളിർമയേകുന്ന ഒരുപാട് പാട്ടുകൾ നബിതങ്ങളെ കുറിച്ച്, അത് മുസ്ലിങ്ങളായ ആളുകൾ പാടിയതും അല്ലാത്തവരുമൊക്കെ വല്ലാത്തൊരു സന്തോഷമാണ്. നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അത് ലോകത്ത് നടക്കും. അത് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, അത് നടന്നിരിക്കും. ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും വേണം. യൂട്യൂബ് ഉപയോഗിക്കുന്നവരാണ്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതിലൂടെയാണ് ഇപ്പോൾ പ്രബോധനത്തിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ഭാഗം കടന്നു വരുന്നത്. ഇന്റർനെറ്റ് യുഗം വന്നാൽ ഇസ്ലാമിന്റെ അന്ത്യമായിരിക്കും എന്നൊക്കെ ചില യുക്തിവാദികൾ പ്രസംഗിച്ചിരുന്നു. എന്നാൽ ഇസ്ലാമിനെ വിമർശിച്ച് ആര് എന്ത് വീഡിയോ ഇട്ടാലും അതിന്റെ നേരെ കമന്റ് എടുത്ത് നോക്കിയാൽ അത് ആര്, എന്ത്, എങ്ങനെ, എപ്പോൾ എന്ന് വളരെ വ്യക്തമായി തെളിവ് സഹിതം പറയുന്ന ഒരുപാട് സഹോദരങ്ങളെ നമുക്ക് കാണാം. വിശുദ്ധ ഇസ്ലാമിനെ ആദർശപരമായും അതിൽ നിലകൊള്ളുന്ന ആശയത്തെയും ധാർമ്മികതയിൽ നിന്നുകൊണ്ട് ഒരാൾക്കും എതിർക്കാൻ കഴിയില്ല. അത്രയും അജയ്യവും സത്യസന്ധവും യുക്തിഭദ്രവുമാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ആ വഴിക്കല്ല ഇപ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ നിലകൊള്ളുന്നത്. പിന്നെ എങ്ങനെയാ? ഇസ്ലാമിനെ അവഹേളിക്കുക, നബിതങ്ങളെ മോശമായി ചിത്രീകരിക്കുക. നബിതങ്ങളെ കുറിച്ച് പാടുന്ന പാട്ട് അറബിയിലാവട്ടെ, ഉറുദുവിലാവട്ടെ, ഹിന്ദിയിലാവട്ടെ, മലയാളത്തിലാവട്ടെ, ഏത് ഭാഷയിലും നബിതങ്ങളെ കുറിച്ച് മദ്ഹ് പാടുന്നത് നമ്മളതൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാകും. ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല. അതുകൊണ്ട് നബിതങ്ങളെ ഇകഴ്ത്തിക്കൊണ്ട് ഉള്ള യൂട്യൂബിന്റെ പ്രഭാഷണങ്ങളും മറ്റും ഇന്ന് ധാരാളമായി കൊണ്ട് കാണാം. ഇത് കേൾക്കുന്ന നമ്മുടെ മനസ്സിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള നല്ല ബോധങ്ങൾ, നബി തങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞ, ഹദീസുകൾ പറഞ്ഞ, നബി തങ്ങളെ പുകഴ്ത്തി പറഞ്ഞ കാര്യങ്ങൾ അത് പറയണം. അത് നമ്മുടെ ഒരു ബാധ്യത തന്നെയാണ്. ഇത് ഇന്നലെയും തുടങ്ങിയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വന്ന കാലഘട്ടത്തിൽ തന്നെ നബി തങ്ങളെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പാട്ടുപാടുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഇസ്ലാമിന്റെ ശത്രുക്കൾ, ജൂതന്മാർ കവിതകളിലൂടെ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരുമ്പോ ദ്വയാർത്ഥമുള്ള പദങ്ങൾ പറഞ്ഞുകൊണ്ട് നബിതങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം മനസ്സിൽ നിന്ന് കുറയാനുള്ള ഓരോ ചീത്ത വാക്കുകളുമായി കൊട്ടിയുണ്ടാക്കി പാട്ടുകൾ പാടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു മദീനയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിവരം അറിഞ്ഞപ്പോൾ മുസ്ലിങ്ങളിലെ ഒരു കവിയായിരുന്നു ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന ഒരു വലിയ സ്വഹാബിയാണ്. ഹസ്സാനിനോട് നബി തങ്ങൾ പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യലഉ ലി ഹസ്സാൻ ഇബ്നു സാബിത്തിൻ മിംബറൻ ഫിൽ മസ്ജിദി. പള്ളിയിൽ പ്രത്യേകമായ ഒരു ഇരിപ്പിടം ഉണ്ടാക്കി കൊടുത്തു ഹസ്സാൻ ഇബ്നു സാബിത്തിന് നബി തങ്ങൾ. യഖൂമു അലൈഹി ഖായിമൻ യുനാഫിഹു അൻ റസൂലില്ലാഹ്. എന്നിട്ട് ആ ഇരിപ്പിടത്തിൽ കയറി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ ഇകഴ്ത്തി പാടിയിരുന്ന ആളുകൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് നബി തങ്ങളെ പ്രതിരോധിക്കുമായിരുന്നു. മാത്രമല്ല നബി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ യുഅയ്യിദു ഹസ്സാന ബിറൂഹിൽ ഖുദ്സി മാ യുനാഫിഖു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാട്ടിലൂടെ അധിക്ഷേപിക്കുന്ന ഈ ശത്രുക്കളോട് മറുപടി പറയാൻ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരു കഴിവ് അല്ലാഹു തആല നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്ത സംഭവം. പ്രതിരോധിക്കും, അതേപോലെ നബി തങ്ങളെ പുകഴ്ത്തി പാടും. ഇത് രണ്ടുമായിരുന്നു ചെയ്തിരുന്നത്. ഇത് ചെയ്യാൻ വേണ്ടി മദീനയിൽ ഒരു മിമ്പർ തന്നെ ഉണ്ടാക്കി കൊടുത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷവും ഇത് തുടർന്നിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. ഒരിക്കൽ നബി തങ്ങളൊക്കെ വഫാത്തായി ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇങ്ങനെ വരുന്നുണ്ട്. ആ സമയത്ത് ആ സ്ഥലത്തിരുന്നു കൊണ്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ ഇങ്ങനെ പുകഴ്ത്തി പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ആണ് ചില സമയത്തൊക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവമുണ്ട്. പാട്ട് ഇങ്ങനെ പാടാണ്, പള്ളി കുത്തിർന്ന് നബി തങ്ങളെ പുകഴ്ത്തി ഇങ്ങനെ പാടുകയാണ്. അപ്പൊ ഉമർ
റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു സുഖല്ലാത്തൊരു നോട്ടം നോക്കി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ. അപ്പൊ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താണ്, തിരിഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയണ നോട്ടത്തിൽ എന്തോ ഒരു പന്തികേട് തോന്നിയപ്പോ ഖദ് കുന്തു ഉൻഷിദു ഫീഹി വഫീഹി മൻ ഹുവ ഖൈറു മിൻക, നിന്നേക്കാൾ ഉത്തമനായ ഒരാൾ ഇവിടെ ഉള്ള സമയത്ത് ഞാൻ ഇത് പാടാറുണ്ട്, എനിക്കതിന് അനുമതി തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഉമറെ, അങ്ങേക്കറിയില്ലേ റൂഹിൽ ഖുദ്സ് കൊണ്ട് ഈ ഹസ്സാൻ ഇബ്നു സാബിത്തിനെ നീ ശക്തിപ്പെടുത്തേണമേ ഇത് പാടാനും പറയാനും എന്ന് എന്നെ നോക്കി നബി തങ്ങൾ പറഞ്ഞത് ഉമറെ നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ നഅം, അതേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. സ്വഹീഹായ ഹദീസുകളിൽ ഇത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്തുന്ന ആളുകളോട് അതല്ല എന്ന് പറഞ്ഞ് നബി തങ്ങളെ പുകഴ്ത്തിയിരുന്ന ഒരു സമ്പ്രദായം പഴയ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നബി തങ്ങളെ അല്ലാഹു തആല പുകഴ്ത്തുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ ഞാൻ പലപ്പോഴും എന്റെ പ്രസംഗത്തിൽ പറയാറുള്ള സ്വലാത്ത് തന്നെ. നമ്മളിപ്പോ ജുമാ നിസ്കാരം നിർവഹിക്കണം. ജുമാ നിസ്കാരത്തിൽ നിസ്കാരം ശരിയാവണമെങ്കിൽ നമ്മൾ സ്വലാത്ത് വേണം. അത്തഹിയാത്ത് ശരിയാവണമെങ്കിൽ അതിൽ സ്വലാത്ത് വേണം. ഇനിയിപ്പോ ഖുതുബ ശരിയാവണമെങ്കിൽ അതിലും സ്വലാത്ത് വേണം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്ന് തുടങ്ങുന്ന സ്വലാത്ത് ചൊല്ലാതെ ഖുതുബ ഓതിയാൽ അത് ശരിയാവുകയില്ല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നബി തങ്ങളെ പുകഴ്ത്താൻ നമ്മുടെ നിസ്കാരങ്ങളിലും ഖുതുബകളിലും നമ്മുടെ ഏത് ഇബാദത്തുകളിലും ദുആ അല്ലാഹുവിനോട് ചെയ്യുന്നതിന്റെ മുമ്പ് അല്ലാഹുവിനെ ഹംദ് ചെയ്ത് നബി തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലണം. എങ്കിലേ ആ ദുആ സ്വീകരിക്കൂ. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അങ്ങേയറ്റം നബി തങ്ങളെ പുകഴ്ത്തലാണ്. സ്വലാത്ത് അങ്ങേയറ്റത്തെ ഒരു പുകഴ്ത്തലാണ് നബി തങ്ങളെ. നബി തങ്ങളുടെ പരലോകത്തുള്ള മഖാമം മഹ്മൂദ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാനം, ആ സ്ഥാനം ഒരു അടിമയ്ക്ക് മാത്രമേ അല്ലാഹു തആല കൊടുക്കുകയുള്ളൂ. ആ അടിമ ഞാനാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ വസീലയെ ചോദിക്കണേ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സ്വലാത്ത്. ഇങ്ങനെ നബി തങ്ങളെ പുകഴ്ത്തി പറയാനും അതിനുവേണ്ടി പ്രചോദനം നൽകുന്ന ഒരുപാട് ആയത്തുകളും ഹദീസുകളും കാണാം, ചരിത്രങ്ങൾ കാണാം. മാത്രമല്ല നമ്മുടെ കേവല ബുദ്ധി കൊണ്ട് നമ്മൾ ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ കുറിച്ച് പറയാനും അത് പറയുന്നത് കേൾക്കാനും നമുക്ക് ഇഷ്ടമല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ ആ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ നേതാവിനെ കുറിച്ച് വേറെ ഒരാൾ പറയുകയാണെങ്കിൽ അയാളുടെ മനസ്സിൽ ഒരു ഇഷ്ടം ഉണ്ടാകും. ആ രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് പാട്ട് പാടുന്നത് കേൾക്കാൻ ആ രാഷ്ട്രീയ പാർട്ടിക്കാരന് ഇഷ്ടമുണ്ടാകും. അത് അങ്ങനെയാണ്. നമ്മളൊന്ന് സംസാരിച്ചു നോക്കൂ. നിഷ്പക്ഷനായിരിക്കുന്ന ഒരാൾ, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ ഒരാൾ ചെയ്ത ചില സേവനങ്ങളും അയാൾ അങ്ങനെയാണ്, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു നോക്കി, അയാൾക്ക് എത്ര നാവായിരിക്കും അയാളെ കുറിച്ച് പറയാൻ. ഇനി ഓരോ സംഘടനാ നേതാക്കന്മാർ, ഏത് സംഘടനകളായിക്കോട്ടെ, അതിലുള്ള നേതാക്കന്മാരെ കുറിച്ച് പറയാനും പാട്ട് പാടാനും എന്ത് ഇഷ്ടമാണ്. ഇനി നമുക്ക് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ കുറിച്ച് പറയുന്നത് നമുക്ക് എന്ത് ഇഷ്ടമാണ്. ഒരു മുഅ്മിനായ മനുഷ്യന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആവണം. ആ ഹബീബിനെ പറയണം, ആ ഹബീബിനെ അനുസ്മരിക്കണം. ആ ഹബീബ് ഈ ലോകത്ത് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് സന്മാർഗത്തിന്റെ ഹിദായത്തിന്റെ പാത നമുക്ക് കാണിച്ചു തന്നെങ്കിൽ ആ ഹബീബിനോടുള്ള നന്ദി സൂചകമായി അവിടുത്തെ നാം പറയണം. അത് നമ്മുടെ ഒരു കടമയാണ്. അല്ലാഹു തആല അങ്ങനെയുള്ള സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. റബീഉൽ അവ്വലിൽ മാസം മാത്രം പോരാ, അതല്ലാത്ത സമയത്തും വേണം. റബീഉൽ അവ്വലിൽ മറ്റുള്ള ആളുകളെയൊക്കെ ഒന്നുകൂടെ ആകർഷിപ്പിക്കാനും അത് കൂടുതലായിട്ട് വേണം. ഇപ്പൊ ഇതിനെയൊക്കെ വിമർശിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത് യഥാർത്ഥത്തിൽ അതിന്റെ അഭിപ്രായത്തിൽ അവർ വിമർശിച്ച് പെട്ടുപോയതാണെന്ന് ഞാൻ പറയാം. കാരണം ഇസ്ലാമിന്റെ പ്രബോധനത്തിന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ആശയമാണിത്. നമ്മള് നബിദിന റാലി പോകുമ്പോൾ കണ്ടില്ലേ, ചെറിയ മുന്നിൽ കുറേ കുഞ്ഞുങ്ങൾ, കുറച്ച് മുതിർന്ന ആളുകൾ, അതിന്റെ മുതിർന്ന ആളുകൾ ഇങ്ങനെ പോകുമ്പോ എല്ലാവരെയും അതിലേക്ക് ആകർഷിപ്പിക്കും. വഴിയോരങ്ങളിൽ നിന്ന്
പല ആളുകളും ഇസ്ലാം അല്ലാത്ത ആളുകളൊക്കെ അത് കാണാൻ വരും. ആ സമയത്ത് നമ്മൾ അനൗൺസ് ചെയ്യും, നബിതങ്ങൾ ലോകത്തോട് പഠിപ്പിച്ച നല്ല സുന്ദരമായിട്ടുള്ള ആശയങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലോ. പോകുമ്പോ വയറ് നിറക്കുന്നതിന് മുമ്പ് വേതനം കൊടുക്കണം എന്ന് പ്രഖ്യാപിച്ച ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാതാപിതാക്കളുടെ കാൽ കീഴിലാണ് മക്കൾക്കുള്ള സ്വർഗം എന്ന് പ്രഖ്യാപിച്ച ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നിന് നിരപരാധിയെ കൊല്ലൽ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും വധിക്കുന്നതിന് തുല്യമാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുടുംബബന്ധം മുറിക്കുന്നവൻ എന്റെ അനുയായിയല്ല എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രായമായ ഉമ്മയും ഉപ്പയും ഉണ്ടായിട്ട് സ്വർഗം ലഭിക്കാത്തവനാണ് ഏറ്റവും നിർഭാഗ്യവാൻ എന്ന് പ്രഖ്യാപിച്ച മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് മനുഷ്യനും ഉൾക്കൊള്ളാൻ പറ്റുന്ന ആശയങ്ങളല്ലേ ഇത്? ഈ സുന്ദരമായ ആശയങ്ങളൊക്കെ പറഞ്ഞ് മറ്റുള്ള ആളുകളിലേക്ക് നബിതങ്ങളുടെ ആശയങ്ങളെ, നബിതങ്ങൾ പഠിപ്പിച്ച സുന്ദരമായ സത്യസന്ധമായ വാക്കുകളെ എത്തിച്ചു കൊടുക്കാനുള്ള സുന്ദരമായ ഒരു അവസരമാണ് ഈ നബിദിന ഘോഷയാത്ര എന്നൊക്കെ പറയുന്നത്. ചില്ലറയൊന്നുമല്ല. ചെറിയ കുട്ടികൾ, അത് വീക്ഷിക്കാൻ വരുന്ന ചെറിയ മക്കൾ, ആ മക്കളില് നമ്മൾ പോകുമ്പോ മദ്രസയിലെ കുട്ടികൾക്ക് മാത്രമല്ല, അത് കാണാൻ നിൽക്കുന്ന ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ ലഡുവും മിഠായിയൊക്കെ കൊടുക്കും. നബി എന്താണ് എന്നൊന്നും അറിയാത്ത ആ കുട്ടികളുടെ മനസ്സിലേക്ക് ഒരു മധുരം കൊടുക്കുകയാണ്. ഇന്ന് എന്താ നബിദിനാണ്, എന്താ മുഹമ്മദ് നബി ജനിച്ച ദിവസമാണ്, ആരാ മുഹമ്മദ് നബി, നബിയെ കുറിച്ചുള്ള ഒരു അവബോധം, നബിയെ കുറിച്ചുള്ള ഒരു ധാരണ അവരുടെയൊക്കെ മനസ്സിൽ ഇട്ടുകൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലേ? ഇന്നത്തെ കാലത്ത് നബിതങ്ങൾ ഭീകരനും ഭീകരവാദിയും ലോകത്ത് ഇസ്ലാം തീവ്രവാദിയുമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതല്ല, സ്നേഹമാണ്, കരുണയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആ ഒരു സന്ദേശം അതെല്ലാ നാടുകളിലും നടക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനൊന്നും ഈ കാലഘട്ടത്തിൽ വിമർശിക്കപ്പെടേണ്ട ഒരു കാലമല്ല, വിമർശിക്കേണ്ട ഒരു സത്യവുമല്ല അസത്യവുമല്ല. അത് എവിടെയെങ്കിലും നബിദിനത്തിന്റെ പേരിൽ എന്തെങ്കിലും കോപ്രായങ്ങൾ കാണിച്ചാൽ അതാണ് എന്നല്ല, അത് തെറ്റ് തന്നെയായിരിക്കും. നല്ല രീതിയിൽ നടക്കുമ്പോൾ ഇങ്ങനെയാണ് അതിന്റെ ആശയങ്ങൾ ഉള്ളത്. അല്ലാഹു തആല അതൊക്കെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് നമുക്ക് പ്രദാനം നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഇശാക്ക് ശേഷം നമ്മുടെ പള്ളിയിൽ മൗലിദ് ഉണ്ടാകും. ഇന്ന് മുതൽ 25-ാം തീയതി വരെ. അപ്പൊ എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കണം. തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ വരണം. അതിലേക്ക് പലഹാരങ്ങളും ചീരണികളൊക്കെ കൊണ്ടുവരണം. 12-ന്റെ അന്ന് ഇൻഷാ